കുട്ടികളുടെ അടുത്ത് ഇരുന്നാണ് നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്നെങ്കിൽ ഹെഡ്സെറ്റ് വെക്കുക, അല്ലെങ്കിൽ മാറിയിരിക്കുക. മക്കളെ ദയവ് ചെയ്ത് കാണരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിക്ക് ഞാൻ ചീത്ത വിളിക്കും. ഇപ്പം ഈ മതങ്ങളെ കുറിച്ചൊക്കെ തള്ളി പറയുന്നുണ്ടല്ലോ, അത് ഓരോരുത്തരെ ഓരോ താല്പര്യങ്ങളല്ലേ, അതിനനുസരിച്ച് അവരങ്ങൾ വിട്ടാ പോരെ. നമ്മള് മതങ്ങളൊക്കെ മനുഷ്യന് അത് ചൂഷണം ചെയ്യുന്ന ആളുകൾ വേറെ ഉണ്ട്. ചൂഷണം ചെയ്യണ്ടോ? പക്ഷെ ചൂഷണം ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ ഏതൊരു ശാസ്ത്രം ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്, മതം ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. ലോകത്തില് മനുഷ്യരാരോ ഒരു പൂർണ്ണ ഇതിൽ പെർഫെക്റ്റ്ലി നിൽക്കുന്നവരെല്ലാരും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് തെറ്റ് കണ്ടാൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാന്നല്ലാതെ. മതം ഇസ്ലാം മതം ചൂഷണമല്ലല്ലോ ചെയ്യുന്നത്, മതം അതേപോലെ അപ്ലൈ ചെയ്യല്ലേ ചെയ്യുന്നത്. അല്ല, ഇസ്ലാം മതം എന്ന് പറഞ്ഞത് അതിലെന്തെങ്കിലും ഒരു ഇതുണ്ടോ നമുക്ക് എതിർക്കേണ്ടതായിട്ട് എന്തുള്ളത്? ഹിജാബിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഹിജാബ് അത് ഞാൻ അങ്ങനെയല്ല ജനറലൈസ് ഹിജാബിനെ അനുകൂലിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പൊ അവര് വിശ്വാസാടിസ്ഥാനത്തിലാണ് ഞാൻ അനുകൂലിക്കുന്നത്, അല്ലാതെ നമ്മൾ അതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. വിശ്വാസമാണല്ലോ പ്രശ്നം, മതം. പക്ഷെ നമ്മൾ ഒരാളെ അടിച്ചേൽപ്പിക്കേണ്ട അടിച്ചേൽപ്പിക്കുന്നില്ല. ഇസ്ലാമിലെ നിയമം എന്താണ് ഹിജാബ് സംബന്ധിച്ച്? പക്ഷെ നമ്മളൊരു ഇസ്ലാമിലെ നിയമമാണത്, അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഞാൻ ചോദിച്ചത്, ഞാനൊന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഇതിന് ഉത്തരം പറയൂ. ഇസ്ലാമിൽ ഹിജാബിന്റെ നിയമം എന്താ? ഹിജാബ് ധരിക്കണം എന്നുള്ളതാണ്. ധരിച്ചിട്ടില്ലെങ്കിൽ അവന് ഇസ്ലാമെന്ന്, അതായത് ഈ ഇസ്ലാമിന്റെ ഇത് പാലിക്കാത്തവൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ശിക്ഷ എന്താണ്? ഹിജാബിന്റെ ശിക്ഷ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അത് ഞാൻ ഇസ്ലാമിനെ മാത്രല്ല, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. മതം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ എന്നല്ലേ പറഞ്ഞേ. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ് ഇസ്ലാം. ഓക്കെ, അതിനെ കുറിച്ച് പറയൂ. ഇനി അടുത്ത ചോദ്യം, ഈ മതം ഇഷ്ടമുള്ളത് വിശ്വസിക്കാം, ഇഷ്ടമുള്ളത് വിശ്വസിക്കാതിരിക്കാം, ഇതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതായത് നമ്മളൊരു മതത്തെ ചോദിച്ചതിന് ഉത്തരം പറയൂ. ഇഷ്ടമുള്ള മതം വിശ്വസിക്കുക, ഇഷ്ടമുള്ള മതം വിശ്വസിക്കാതിരിക്കുക, ഇതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഞാനല്ല, പൊതുവെ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഇസ്ലാമിനെ കുറിച്ചാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇസ്ലാമിൽ ഒരാള് മതം ഉപേക്ഷിച്ചാൽ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഇസ്ലാമിൽ ഒരു മതം ഉപേക്ഷിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യണം എന്നുള്ളത് ഇസ്ലാമിലെ നിയമം എന്താ? മതം ഉപേക്ഷിച്ചവൻ എന്ത് ചെയ്യണം ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഒന്നും ചെയ്യണം ഇസ്ലാം പറയുന്നില്ല. എന്നാ നമുക്ക് മതം എന്താ പറയണത്? എന്താ ചെയ്യണം എന്ന് പറയണത്? പഠിച്ചിട്ടില്ല. നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയൂ. ഇസ്ലാം പറയുന്നില്ല എന്ന് പറയുകയാണോ ചെയ്യേണ്ടത്, അതോ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്? ഞാൻ പഠിച്ചിട്ടില്ല. ഞാനിപ്പോ ഈ പറയണതൊക്കെ എന്റെ ഒരു അറിവിലും വെച്ച് മാത്രമായിട്ടോ. നമ്മൾ ഇസ്ലാമിനെ ഞാൻ ഇസ്ലാമിന്റെ പ്രതിനിധിയായിട്ട് സംസാരിക്കാൻ ഞാൻ ഇസ്ലാമിൽ അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടാ ഒരു മതത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ. പക്ഷെ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നു ഇസ്ലാമിലെ നിയമപ്രകാരം മതം ഉപേക്ഷിച്ചവനെ കൊല്ലണമെന്നാണ് പറയുന്നത്. അപ്പൊ അതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെ ഇസ്ലാം പറയുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. പറയുന്നില്ല നിങ്ങൾ പറയുന്ന ഇസ്ലാം നിങ്ങൾ പഠിച്ചിട്ടില്ല. പഠിക്കാതെ എങ്ങനെയാണ് നിങ്ങൾ ഇല്ല എന്ന് പറയാ? പക്ഷെ ഞാൻ ഇതിന് ഒരിട്ടും തെളിവ്, ഞാൻ ഒരു ഇസ്ലാമിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തിയല്ല. കേൾക്കൂ. ഫസ്റ്റ് കണ്ടീഷൻ, നിങ്ങൾക്ക് ഇസ്ലാം അധികം അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു, ഇല്ലേ? പൂർണ്ണമായിട്ടും അറിയില്ല. കേൾക്കൂ. ഓക്കെ, പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? അതെ, പൂർണ്ണമായിട്ടും എനിക്ക്, അതായത് ഞാൻ സമ്മതിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയില്ല, എന്നാൽ എനിക്ക് നിങ്ങളെക്കാൾ വളരെ കൂടുതൽ അറിയാം. ഓക്കെ, അത് നിങ്ങൾ സമ്മതിച്ചോ? ഞാൻ സമ്മതിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നു ഇസ്ലാമിലെ നിയമപ്രകാരം, ഞാൻ കണ്ടിട്ടുള്ള തെളിവുകൾ പ്രകാരം ഞാൻ പറയുന്നു ഇസ്ലാമിൽ മതം ഉപേക്ഷിച്ചവനെ കൊല്ലണമെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇഷ്ടമുള്ള ആളുകൾക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം ഇസ്ലാം നൽകുന്നില്ല എന്നുള്ള കാര്യം, അത് തിരിച്ചറിഞ്ഞ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിനെ വിമർശിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയും ആഗോളതലത്തിലുള്ള ഭരണഘടനയും നമുക്ക് തരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതിൽ എന്താണ് തെറ്റ്? ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്നാലേ, എന്താണെന്ന് പറയൂ. തെറ്റുണ്ടോ ഇല്ലേ? ഈ പറയുന്നത് ശരിയാണെങ്കിൽ തെറ്റില്ല, ശരിയാണെങ്കിൽ എനിക്ക് പറയാം, ശരിയാണെങ്കിൽ പറയാം. അതല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ. ശരിയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നു. അപ്പൊ എന്താ പ്രശ്നം? അത് ശരിയല്ല എന്ന് പറയുന്ന ശരിയാണ്. പിന്നെ നമ്മൾ അതിനെ ഹൈപ്പോത്തറ്റിക്കൽ ആക്കേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാണ്.
ഒറ്റ മിനിറ്റ് സാറേ. അത് ശരിയാണ്. ഇനി എന്താണ് അതിൽ സംസാരിക്കാനുള്ളത്? അതല്ല, ഇസ്ലാം എവിടെയാണ് അങ്ങനെ ഒരു പൂർണ്ണമായിട്ട് ഇന്ന് വരെ മനസ്സിലാക്കിയ ഒരു സ്ഥലം പറഞ്ഞു തരട്ടെ. എത്ര സ്ഥലങ്ങൾ? അങ്ങനെ ഒരു ഇസ്ലാം ഭരണം നടത്തുന്ന എത്ര രാജ്യങ്ങളുണ്ട് ഇന്ന് ലോകത്ത്? 13. സൗദി അറേബ്യ, ദുബായ്, പറഞ്ഞുതരാം, കേൾക്കൂ. നിങ്ങൾ സമ്മതിച്ച പോയിന്റിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ വ്യതിചലിക്കുകയാണ്. ഇല്ല, ഞാൻ എന്താ വ്യതിചലിച്ചത്? നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും അവർ എവിടെ നടപ്പിലാക്കിയത് എവിടെയാണ്? ഞാൻ എന്റെ പരിധി ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ മാത്രം കാര്യമാണ്. അതായത് ഞാൻ പറയണ കേൾക്കൂ സുഹൃത്തെ, നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ പൂർണ്ണമായിട്ട് അറിയില്ല, എന്റെ പരിമിതി ഉണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ നിങ്ങളോട് അടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെക്കാൾ വളരെ കൂടുതൽ എനിക്ക് അറിയാം ഇതിന്റെ പ്രശ്നം എന്താണെന്നുള്ളത്. അത് നിങ്ങൾ സമ്മതിച്ച കാര്യമാണ്. ഇസ്ലാമിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇസ്ലാമിലല്ല ഞാൻ വിശ്വസിക്കണമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു തെളിവ് ഈ സാറ് ഈ ഒരു ഇതിലൊന്ന് പറഞ്ഞേ. അതായത് ഈ എവിടെങ്കിലും ഇസ്ലാം ഭരണം നടത്തുന്ന ഒരു രാജ്യത്ത് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോയ ഒരാളെ തൂക്കിലേറ്റിയതായിട്ടോ അവന്റെ തല വെട്ടിയതായിട്ടോ എന്തെങ്കിലും കുരുതി കൊടുത്തതായിട്ട് ഏതെങ്കിലും ഒരു ഇപ്പൊ നമ്മൾ ഈ അടുത്തെങ്ങാനും നടന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റുമോ സാറേ? കുറെ പഴയതൊന്നും നമുക്ക് അത്ര ഞങ്ങളെ ജോലി അങ്ങനല്ല. ഈ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ നമുക്ക് ഒരു റിമൈൻഡർ വരണല്ലോ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ ചരിത്രങ്ങളൊന്നും പഠിക്കാതെ അങ്ങനെ ട്രെൻഡ് ആയിട്ട് എവിടെയെങ്കിലും ന്യൂസ് വന്നതായിട്ടോ പബ്ലിക്കിൽ ആരെങ്കിലും സംസാരിച്ചതായിട്ടോ പറയാൻ പറ്റുമോ? ഒരു GK ആയിട്ട്, ഒരു ജനറൽ നോളജ് ആയിട്ട്. ഇന്ന് ലോകത്ത് ഈ അപ്പോസ്റ്റസി, മതം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന സംഗതിക്ക് എത്ര രാജ്യങ്ങൾ വധശിക്ഷ കൊടുക്കുന്നുണ്ടെന്നുള്ളതിന്റെ ലിസ്റ്റ് നിങ്ങൾക്കറിയോ? അതില് ഒരു രാജ്യവും മതം ഉപദേശിച്ചതിന് ഒരാൾക്കും വധശിക്ഷ കൊടുത്തിട്ടില്ല. അതിന് ഞാൻ ഒരിക്കലും എനിക്ക് അംഗീകരിക്കണമെന്ന് എനിക്ക് ഒരു ആവശ്യമില്ല. ഞാനുള്ള കാര്യം പറയുന്നുള്ളൂ. കൺട്രി നമ്പർ 1 അഫ്ഗാനിസ്ഥാൻ, കൺട്രി നമ്പർ 2 ബ്രൂണൈ, കൺട്രി നമ്പർ 3 കേൾക്കൂ. ഓക്കെ. Country number 3 Iran, country number 4 Mauritania, country number 5 Pakistan, 6 ഖത്തർ, സൗദി അറേബ്യ, സൊമാലിയ, UAE, യമൻ. ഇത്രയും രാജ്യങ്ങളിൽ മതം ഉപേക്ഷിച്ചവനുള്ള ശിക്ഷ ഡെത്ത് പെനൽറ്റിയാണ്. ഓക്കെ, ഇനി ഡെത്ത് പെനൽറ്റി, വധശിക്ഷ. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി, കാർത്തികേയൻ.